إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹപൂർണമായ വിശാലമായ സ്വർഗം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർക്ക് അള്ളാഹു നിർമ്മിച്ചു നൽകിയ നിയമങ്ങൾ, ഇസ്ലാമിന്റെ ശരീഅത്ത്, മതത്തിന്റെ അധ്യാപനങ്ങൾ, അത് മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടിയാണ്. പൊതുവിൽ മതനിയമങ്ങളെ ഭാരമായി കാണുന്നവരാണ് വലിയൊരു ശതമാനം ആളുകൾ. ഒരു മനുഷ്യനായി സമാധാനത്തോടെ സുരക്ഷിതമായി ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കൃത്യമായ നിയമങ്ങളും സംവിധാനങ്ങളും ആവശ്യമാണ്. ആ നിയമങ്ങളെ അല്ലാഹു ഏറ്റവും ഫലപ്രദമായ, മനുഷ്യന് ഏറ്റവും ഉപകാരമുള്ള നിയമങ്ങൾ അല്ലാഹു നമുക്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. പുതിയ കാലത്ത്, പുതിയ സാഹചര്യങ്ങളിൽ പല വാർത്തകളും സംഭവ വികാസങ്ങളും ശ്രദ്ധയിൽ വരുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ നിയമങ്ങളുടെ പ്രസക്തി കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്നതായി നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ചിലർ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഈ നിയമങ്ങളൊക്കെ മനുഷ്യന് ഭാരമാണെന്ന് പറയുമ്പോഴും ഇസ്ലാമിക നിയമങ്ങളാണ് ഈ പ്രശ്നങ്ങളെയെല്ലാം മറികടക്കാനുള്ള വഴി. അല്ലെങ്കിൽ ഇസ്ലാമിലെ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ആ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ ഇത്തരം അപകടങ്ങളിലേക്ക് മനുഷ്യർ എത്തുമായിരുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ദിവസം വ്യാപകമായി കേരളത്തിൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇടുക്കി ജില്ലയിലെ 17 വയസ്സുകാരിയായ ഒരു പ്ലസ് 2 വിദ്യാർത്ഥിനിയുടെ മരണമുണ്ടായി. അപ്പോ മരണം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ഒരുപാട് പലതരത്തിലുള്ള മരുന്നുകൾ ആ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ അതിലേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കണ്ടെത്തിയത് ആ കുട്ടി ഗർഭിണിയായിരുന്നു, പ്രഗ്നന്റ് ആയിരുന്നു എന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥിനി, അവർ ഗർഭം ധരിച്ച് പിന്നീട് മരണപ്പെടുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ ആ ഗർഭം കണ്ടെത്തുന്ന ഒരു സാഹചര്യം, അത് ഉണ്ടായി വരുന്ന പശ്ചാത്തലം എന്ത് എന്നത് നമ്മൾ വിശദീകരിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയാവുന്ന സംഗതിയാണ്. പൊതുവിൽ ആൺ പെൺ സൗഹൃദം എന്നത് പുരുഷനും സ്ത്രീക്കും ഇടയിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട അകലം അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് തീർത്തും ഒരു സ്വാഭാവികതയിലേക്ക് മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സമൂഹം അതിനെ നോർമലൈസ് ചെയ്യുകയാണ്, വിദ്യാർത്ഥികൾ അതിനെ നോർമലൈസ് ചെയ്യുകയാണ്.
രക്ഷിതാക്കൾ അതൊക്കെ ഇന്നത്തെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ കുട്ടികളാകുമ്പോൾ പ്രണയമുണ്ടാകും. ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരുന്നാലോ കൈകൊടുത്താലോ ഒരുമിച്ച് യാത്ര ചെയ്താലോ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് വിദ്യാർത്ഥി സമൂഹവും അതിലുപരിയായി രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നു. അങ്ങനത്തെ ഒരു സാമൂഹിക ക്രമം ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഇവിടുത്തെ പലതരത്തിലുള്ള സിനിമകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിജയം വരിച്ചു എന്ന് വേണം നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. അള്ളാഹു മനുഷ്യന് നൽകിയ നിയമങ്ങൾ അങ്ങനെയല്ല. ഈ പറയുന്ന വലിയ ദുരന്തങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവനെടുക്കുന്ന, ഒരു കുട്ടി ചതിയിൽ അകപ്പെട്ടു പോകുന്ന, അവളുടെ ചാരിത്രം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സ്നേഹം നടിച്ച് കവർന്നെടുക്കപ്പെടുന്ന വലിയ അപകടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഇല്ലാതാകാൻ ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി, എത്രത്തോളമാണ് മതം മനുഷ്യനെ വിലക്കിയത്, എത്രത്തോളം അകലം സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അവിവാഹിതരാണെങ്കിൽ മഹറമല്ലാത്തവർക്കിടയിൽ എത്രമാത്രം അകലമുണ്ടാകണം. വളരെ വ്യക്തമായ മാർഗനിർദ്ദേശമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. പ്രവാചകരെ, മുഅ്മിനീങ്ങളോട് പറയണം, വിശ്വാസികളോട് പറയണം, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണമെന്ന്. ഒരു സ്ത്രീയിലേക്ക് പുരുഷനോ പുരുഷനിലേക്ക് സ്ത്രീയോ ആവശ്യമില്ലാതെ നോക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം. അതിനൊക്കെ ചില വശങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ ചില തലങ്ങളുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണുന്നത് അയാളുടെ ജീവിതത്തിലെ ശരീരത്തിലെ ലൈംഗിക ഉത്തേജനത്തിന് കാരണമാവുകയും ആ ശരീരം ഒരു പുരുഷൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് മതരംഗത്ത് നിന്നുള്ള അല്ലാത്ത ആളുകൾ പോലും ഇന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരിമാരോടും വിശ്വാസികളോടും വിശുദ്ധ ഖുർആൻ ഇതേ കാര്യം ആവശ്യപ്പെടുന്നു. സൂറത്ത് നൂറിലെ 30-31 ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. വഖുല്ലിൽ മുഅ്മിനാത്ത്, പ്രവാചകരെ വിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം, യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം, അവരുടെ കണ്ണ് താഴ്ത്തണം, എന്നിട്ട് അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കണം. മനുഷ്യന്റെ ലൈംഗിക നിയന്ത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോക്കാൻ പാടില്ലാത്തടത്തേക്ക് നോക്കരുത് എന്നത്, കാണാൻ പാടില്ലാത്തത് കാണരുത് എന്നത്. ഇസ്ലാം എന്തെല്ലാം നിയമങ്ങളാണ് ആ വിഷയത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഹജ്ജിന്റെ വേളയിലാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ നോക്കി. ഉദ്ദേശം എന്ത് നമുക്കറിയില്ല, ദുരുദ്ദേശത്തോടുകൂടി ആവുകയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ തല പിടിച്ച് തിരിച്ചു എന്ന് പറഞ്ഞു, ലക്കൽ ഊല വലൈസ ലക സാനിയ ലാ തത്ബഇൻ നദറതൻ നദറ, ഒന്നാമത്തേത് നിനക്ക് അനുവദിക്കപ്പെട്ടതാണ്, രണ്ടാമത്തേത് നോക്കാൻ പാടില്ല. ഒരാളെ കാണുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, രണ്ടാമത്തേത് ബോധപൂർവമുള്ള നോട്ടമാണ്, അത് അനുവദിക്കപ്പെടാത്തതാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. സ്ത്രീകളോട്, സഹോദരിമാരോട് പറഞ്ഞു അവരുടെ വേഷവിധാനങ്ങളെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അനുവാദം കൂടാതെ മാതാപിതാക്കളുടെ റൂമിനകത്തേക്ക് മക്കളെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 3 സമയങ്ങൾ സ്വന്തം വീട്ടിനകത്ത് വാപ്പാന്റെ ഉമ്മാന്റെ അനുവാദം ചോദിച്ചിട്ടേ വീട്ടിലെ ബെഡ്റൂമിലേക്ക്, കിടപ്പുമുറിയിലേക്ക് മക്കൾക്ക് പ്രവേശനമുള്ളൂ. ഒരു ഭാര്യയുടെ ഭർത്താവിന്റെ സ്വന്തം ചോരയിൽ പിറന്ന മക്കൾക്ക് പ്രവേശനമുള്ളൂ. ഏതാണത്? ബഅദൽ ഇശാ, രാത്രി ഭക്ഷണത്തിന് ശേഷം, രാവിലെയുള്ള സമയത്ത്. വതലഊന സിയാബകും ഹീന ദഹീറ, നിങ്ങൾ ഉച്ചയ്ക്ക് നിങ്ങളുടെ വസ്ത്രം അഴിച്ചു വെക്കുന്ന സമയം. ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം എന്നുള്ളത് പലപ്പോഴും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്, പ്രവാചകന്റെ ഒരു ശീലത്തിൽപ്പെട്ടതായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലപ്പോഴും അവരുടെ സ്വകാര്യ ജീവിതം അവരുടെ മകൻ കാണാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ശഠിക്കുകയാണ്. അവരുടെ ഉള്ളിൽ കുട്ടിക്കാലത്ത് വേറെ ഒരു ചിന്ത മുളച്ചു വരാൻ പാടില്ല എന്നതിന്
ഇസ്ലാം വെക്കുന്ന വളരെ വ്യക്തമായ നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുന്നത് മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കുന്നത് മാത്രമല്ല, മാതാപിതാക്കളുടെ നഗ്നത കാണാനുള്ള സാഹചര്യം, അവരുടെ സ്വകാര്യത കാണാനുള്ള സാഹചര്യം വീട്ടിനകത്ത് ഇല്ലാതിരിക്കണമെന്നുവരെ അള്ളാഹുവിന്റെ കലാം, പരിശുദ്ധ ഇസ്ലാമിലെ നിയമങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സ്ത്രീയും പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല. മെഹറമല്ലാത്ത സ്ത്രീയും പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല. പ്രവാചകന്റെ ഹദീസ് നമുക്ക് കാണാം, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ. വിവാഹം ഹറാമാക്കിയിട്ടുള്ള ഒരാളില്ലാതെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാകരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വേറെ ഹദീസിൽ കാണാം, ഇല്ലാ വകാന മഅഹുമാ ശൈത്വാൻ, അല്ലെങ്കിൽ ഇല്ലാ വസാലിസുഹുമാ ശൈത്വാൻ, മൂന്നാമതായി പിശാചുണ്ടാകും. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കായാൽ മൂന്നാമതായി അവിടെ പിശാച് കടന്നുവരും. ഒരിക്കലും നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലാത്ത, നേരത്തെ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരാഗ്രഹം, ഒരു ഇച്ഛ, ചില താല്പര്യങ്ങൾ ആ മനുഷ്യന്റെ മനസ്സിലേക്ക്, ആ സ്ത്രീയുടെ പുരുഷന്റെ ചിന്തയിലേക്ക് പിശാചിട്ട് കൊടുക്കുകയും അതൊരു വലിയ തിന്മയിലേക്ക് എത്തുകയും ചെയ്യും. ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കൊടുക്കുമ്പോ അതിന് കൊടുത്ത ടൈറ്റിൽ എന്താണെന്നറിയാമോ? സ്ത്രീയും പുരുഷനും ഒറ്റക്കിരിക്കൽ, ഒറ്റക്കാകൽ ഹറാമാക്കുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹദീസിന് പിന്നെ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അധ്യായത്തിന്റെ പേര് കൊടുത്തത്. അഥവാ അത് മതം നിഷിദ്ധമാക്കിയതാണ്. എവിടെയാണോ ഒരു തെറ്റിന് സാധ്യതയുള്ളത്, എവിടെയാണോ ഒരു വ്യഭിചാരത്തിന് സാധ്യതയുള്ളത്, അതിന്റെ എല്ലാ കവാടങ്ങളും ഇസ്ലാം അടക്കുകയാണ്. അതിന്റെ എല്ലാ വാതിലുകളും ഇസ്ലാം കൊട്ടിയടക്കുകയാണ്. വല തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്. അത് ഫാഹിശതൻ വസാഅ സബീല, ഏറ്റവും വൃത്തികെട്ടതും മോശമായ മാർഗവുമാണ്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ കാരണമാകുന്ന എല്ലാ വഴികളും ഇസ്ലാം അടച്ചു. നോക്കൂ, ഒരു പുരുഷനെ ഒരു സ്ത്രീ മഹറമല്ലാത്ത ഒരാളെ തൊടാൻ പാടില്ല, സ്പർശിക്കാൻ ഒരു പുരുഷന് പാടില്ല. അല്ലേ, കുട്ടികളുണ്ട് ഇവിടെ, പലപ്പോഴും എന്താ കൈ കൊടുക്കുന്നു, ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു. ഇതൊക്കെ പുരോഗമനത്തിന്റെ ഭാഗമാണ്, പുതിയ കാലത്തിന്റെ ഭാഗമാണ്. അതൊന്നും പാടില്ലെന്ന് പറയുന്നവൻ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവനാണ്. ഇതൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? ഞങ്ങളെ തീർത്തും സൗഹൃദം മാത്രമാണ്, ഒരു ദുരുദ്ദേശമില്ല എന്നൊക്കെയാണ് പറയാ. പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ദുരുദ്ദേശമില്ലായ്മയിൽ നിന്നാണ് ദുരുദ്ദേശത്തിലേക്കും തെറ്റിലേക്കും മനുഷ്യൻ എത്തിപ്പോകുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചതെന്താ? ലഅൻ യുത്അന ഫീ റഅസി അഹദികും ബിമഖൈതിൻ മിൻ ഹദീദിൻ ഖൈറുൽ ലഹു മിൻ അൻ യമുസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹു. തനിക്ക് അനുവദിക്കപ്പെടാത്ത ഒരു സ്ത്രീയെ ഒരു പുരുഷൻ സ്പർശിക്കുന്നതിനേക്കാൾ അയാൾക്ക് നല്ലത് അയാളുടെ തലയിൽ ഒരു കമ്പി അടിച്ചു കയറ്റുന്നതാണ്, ഒരു ഇരുമ്പാണി അടിച്ചു കയറ്റുന്നതാണ്. തലയിൽ ഒരു ആണി വെച്ച് ചുറ്റിക്കൊണ്ട് അടിക്കുന്ന ആലോചിച്ചു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തൊടുന്നതിനേക്കാൾ അവനക്ക് നല്ലതാണ്. കാരണം അത്രമേൽ ഗൗരവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അഖബ ഉടമ്പടികളിലൊക്കെ പ്രവാചകനോട് തിരിവുകാർ, മദീനക്കാർ, മറ്റു അവിശ്വാസികൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് നടത്താൻ ചെയ്യാം. പ്രവാചകൻ പുരുഷന്മാർക്ക് കൈ കൊടുക്കും, എന്നിട്ട് പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയും. ഞാൻ മുസ്ലിമായി ജീവിക്കാന്ന് പറയും, ഞാൻ ഇസ്ലാമിനെ സഹായിക്കാന്ന് പറയും. എല്ലാ പുരുഷന്മാർക്കും പ്രവാചകൻ കൈ കൊടുത്തുകൊണ്ടാണ് പ്രതിജ്ഞ സ്വീകരിച്ചത്. സ്ത്രീകൾക്ക് പ്രവാചകൻ വാക്കാലുള്ള പ്രതിജ്ഞയാണ് നൽകിയത്. ഒരു പെണ്ണിനെ പോലും പ്രവാചകൻ തൊട്ടിട്ടില്ല. തനിക്കനുവദിക്കപ്പെടാത്ത പ്രവാചകനായിരുന്നിട്ട് പോലും അല്ലാഹുവിന്റെ ഇസ്മത്തുള്ള, അല്ലാഹുവിന്റെ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ട വ്യക്തിയായിരുന്നിട്ട് പോലും ഒരു സ്ത്രീയെ പോലും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ റസൂൽ അനുവദിക്കപ്പെടാത്ത ഒരു സ്ത്രീയെ പോലും ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല. അതാണ് മുസ്ലിമിന്റെ ജീവിതം. ക്ലാസ് മുറികളിൽ എന്താണ് കാണുന്നത്?
സ്കൂൾ ബസ്സുകളിൽ, കോളേജ് ബസ്സുകളിൽ എന്താണ് കാണുന്നത്? വിനോദയാത്രകളിൽ എന്താണ് കാണുന്നത്? പരസ്പരം ഇഴകിച്ചേർന്ന് ആടിത്തിമർത്ത് എല്ലാവിധ സീമകളും ലംഘിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായി ചേരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പലപ്പോഴും. അത് സ്കൂളുകളിൽ മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, ജോലി സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു, കുടുംബ സംഗമങ്ങളിൽ നമ്മൾ കാണുന്നു, വിവാഹ വേദികളിൽ നമ്മൾ കാണുന്നു, ആളുകൾ ഒത്തുകൂടുന്നിടത്ത് നമ്മൾ കാണുന്നു. ആവേശം കൂടുമ്പോ, ആഘോഷത്തിന്റെ പരവെക്കുമ്പോ അല്ലാഹനെ മറക്കുന്നു, അല്ലാഹുവിന്റെ നിയമങ്ങളെ മറക്കുന്നു. ഇസ്ലാം കഠിനമായി വിലക്കിയ, ശക്തമായി നിരോധിച്ച തിന്മകളിലേക്ക് ഒരു ലജ്ജയുമില്ലാതെ, ഒരു ഉറപ്പുമില്ലാതെ ആളുകൾ കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം, പുരുഷന്മാരൊട്ടും കുറവല്ല. ലജ്ജ എടുത്തു മാറ്റിയാൽ, നാണം എടുത്തു മാറ്റിയാൽ പിന്നെന്തും സംഭവിക്കാം. നിങ്ങൾ നോക്കി, ഞാനൊരു ഒരു ട്രെയിൻ യാത്ര എടുത്ത് അവിടെ പിന്നെ കേരളത്തിന് പുറത്തുള്ള ഏതോ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു സംഘം കുട്ടികളെ കണ്ടു. ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഇതൊരു പക്ഷേ നിരന്തരമായി സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്. നിങ്ങളൊക്കെ കാണുന്നുണ്ടാകും. സഹോദരനാണോ അല്ല, ഭർത്താവാണോ അല്ല, വാപ്പയാണോ അല്ല, അമ്മാവനാണോ എളാപ്പയാണോ ഒന്നുമല്ല, എന്റെ ജൂനിയറാണ്, എന്റെ സീനിയറാണ്. ജൂനിയർ സീനിയർ ബന്ധം എന്ത് ബന്ധമാണ്? എന്നിട്ടവർ ഒരുമിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടി അടുത്ത ആൺകുട്ടിയുടെ തോളിൽ തലയാഴ്ച കടന്നുറങ്ങുന്നു. ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടിയിരിക്കുന്നു, പെൺകുട്ടിയുടെ മടിയിൽ ആൺകുട്ടിയിരിക്കുന്നു. ഇതെന്ത് സംസ്കാരമാണ്? ആളുകൾ കാണുന്നത് പ്രശ്നമല്ല. നമ്മളല്ലോ അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജയെക്കുറിച്ച് ഒരാളിങ്ങനെ ഉപദേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജയെക്കുറിച്ച് ഉപദേശിക്കണ്ട, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ലജ്ജയില്ലാത്തവൻ ഈമാനില്ല, വിശ്വാസമില്ല. ആ ലജ്ജ നഷ്ടപ്പെടുകയാണ്. ആ ലജ്ജ ഊരിയെടുക്കാനാണ് ഇവിടുത്തെ സിനിമാക്കാർ ശ്രമിക്കുന്നത്, ഇവിടുത്തെ വ്ളോഗർമാർ ശ്രമിക്കുന്നത്, ഇവിടുത്തെ പരസ്യക്കാർ ശ്രമിക്കുന്നത്. എന്നിട്ടോ ആ ലജ്ജ ഊരിയെടുക്കപ്പെട്ടു കഴിഞ്ഞാലോ ആണും പെണ്ണും ഒന്നാകുന്നു. എല്ലാ സീമകളും ലംഘിക്കപ്പെടുന്നു. അതിന്റേതായ പ്രയാസങ്ങളിൽ അവസാനം പെൺകുട്ടികൾ എത്തിച്ചേരുന്നു. ആരാണ് ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത്? സ്ത്രീകളാണ്. പലപ്പോഴും ഇത്തരം ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ഇത്തരം ജീവിത ശൈലികൾക്ക് ആവേശം പകരുന്നവർ പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? ഇക്വാലിറ്റിയാണ്, ജെൻഡർ ഇക്വാലിറ്റിയാണ്, സ്ത്രീ പുരുഷ സമത്വമാണ്. എന്തിനാണ് വിവേചനം എന്നാ ചോദിക്കുന്നത്? പെണ്ണിനെ എന്തിനെ അകറ്റി നിർത്തുന്നെന്നാ ചോദിക്കുന്നത്? പെൺകുട്ടിയെ എന്തിനെ ചാക്കിന്റെ ഉള്ളിൽ കെട്ടിപ്പൊതിയുന്നതാ ചോദിക്കുന്നത്? പർദ്ദയിട്ടാൽ, വസ്ത്ര ധരിച്ചാൽ, ഹിജാബ് ഇട്ടാൽ എന്തിനാ പെണ്ണിനെ ചാക്കിന്റെ ഉള്ളിൽ കെട്ടിപ്പൊതിയുന്നത് എന്നാ ചോദിക്കുന്നത്? അവസാനം ആർക്കാ പരിക്കുണ്ടാകുന്നത്? അല്ലേ? മുസ്ലിം കുടുംബങ്ങൾ പോലും പതുക്കെ പതുക്കെ അതിനോട് സമരസപ്പെട്ടു പോവുകയാണ്. ജീൻസ് പാൻസും ടീഷർട്ടും മുസ്ലിമാണെന്നറിയാൻ ഒരു തട്ടത്തിന്റെ ചെറിയ കഷ്ണം തലയിലും ഇത് മതി. ഭംഗിയായി മത്ത ചുറ്റിയിട്ടുണ്ട്, ഭംഗിയായി സ്കാർഫ് ഇട്ടിട്ടുണ്ട്, അല്ലെ? മുഖം മാത്രം കാണുന്ന, തല മുഴുവൻ. പക്ഷെ ധരിച്ച വസ്ത്രം എന്താ? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉയർച്ച താഴ്ചകൾ പ്രകടമാകുന്ന രൂപത്തിലുള്ള ഇടുങ്ങിയ ഷർട്ടാണ്, ഇടുങ്ങിയ പാൻസാണ് ധരിച്ചിട്ടുള്ളത്. എന്തിനായി തലയിലെ തട്ടം? പിന്നെ ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ. എന്നാൽ ഇസ്ലാമിക വേഷമാണോ? അല്ല. ഇസ്ലാമിക വേഷവിധാനമാണോ? അല്ല. ആ ഒരു രീതിയിലേക്ക് മുസ്ലിം കുട്ടികൾ പോലും മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നോക്ക്, ഇന്നലെ എനിക്കൊരു സുഹൃത്ത് ഒരു വാർത്ത അയച്ചിരുന്നു. ആ വാർത്ത എന്താ അറിയാമോ? ഉത്തരേന്ത്യയിൽ ഒരു പെൺകുട്ടിയെ കാണാതെയായി. 24 വയസ്സുള്ള, അവസാനം അന്വേഷിച്ച് എത്തിപ്പെട്ടത് 24 വയസ്സുള്ള തന്റെ ആൺ സുഹൃത്തിലേക്കാണ്. 24-കാരനായ ആൺ സുഹൃത്ത് ഇവളുമായി ലിവിംഗ് ടുഗദറിലായിരുന്നു. വിവാഹേതര, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കായിരുന്നു. അവസാനം എന്താ സംഭവിച്ചത്? ഇവൻക്ക് വേറെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഇവളെ ഒഴിവാക്കാൻ വയ്യ. ഇവളെ കൊന്നു കുഴിച്ചുമൂടി. ആലപ്പുഴയിൽ ഒരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്താണ്ടായത്? കൊന്നു കുഴിച്ചുമൂടി അതിന്റെ മുകളിൽ തെങ്ങിൻ തൈ വെച്ചു. നമ്മൾ കഥയിൽ കേട്ടതോ എവിടെയെങ്കിലും ആലങ്കാരികമായി പറയുന്നതായ പ്രയോഗങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണാം.
അല്ലേ? എന്താ ജെൻഡർ ഇക്വാലിറ്റിയുടെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് എല്ലാ നിയമങ്ങളും ലംഘിച്ച് തുറന്ന ജീവിതത്തിലേക്ക് പോകുമ്പോ അതിന്റെ ഇരയാകുന്നത് ഏതൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടാണോ ഇത്തരം ജീവിതത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്, ഏതൊരു പെണ്ണിന്റെ ഉയർച്ച വാദിച്ചുകൊണ്ടാണോ ഇത്തരം ജീവിതത്തിന് കയ്യടി കൊടുക്കുന്നത്, ആ സ്ത്രീകൾ വലിയ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഒരു ഡോക്ടറുടെ വീഡിയോ കണ്ടു. ഒരു ഡോക്ടർ ഒരു 4 സംഭവം ഒരുമിച്ച് ശ്രദ്ധയിൽ വന്നപ്പോഴാണ് ഈ വിഷയം സംസാരിക്കാൻ തോന്നിയത്. ഡോക്ടർ പറഞ്ഞതറിയോ, 18 വയസ്സായ പെൺകുട്ടികളുടെ അബോർഷൻ അതാവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ അടുത്ത് വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഡോക്ടർ പറഞ്ഞെന്താ, ഇവർക്കൊക്കെ ഗർഭനിരോധക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൂടെയാണ്. നല്ല തെറ്റാണെന്ന് പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. 18 വയസ്സായ ഒരാള് ഞാൻ ഗർഭിണിയാണ്, എനിക്ക് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വന്നാ തിരിച്ചയക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഡോക്ടർ പറയാം, തിരിച്ചയക്കാൻ കഴിയില്ല. ഒരുപാട് കുട്ടികളാ വരുന്നത്. എങ്ങനെയാണ് ഇവർ പ്രഗ്നന്റ് ആകുന്നത്? ഇവർ വിവാഹിതരല്ല, ഇവരെങ്ങനെയാണ് പ്രഗ്നന്റ് ആകുന്നത്? ഇത്രയധികം അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം നടന്നെടുക്കുന്നത്. ഒരു വല്ലാത്ത അരാജകത്വത്തിലേക്കാണ് നമ്മുടെ സമൂഹം നടന്നെടുക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതാണ്, ഒരു അന്യ സ്ത്രീക്ക് അന്യപുരുഷനെയോ അന്യപുരുഷൻ അന്യ സ്ത്രീയെയോ തൊടാൻ പാടില്ല, ഒറ്റക്കാകാൻ പാടില്ല. അവൻ എനിക്ക് സഹോദര തുല്യനാണ് എന്നൊക്കെ വാചകമായി പറയാം. പക്ഷേ മതം ഒരുമിച്ച് യാത്ര ചെയ്യാനോ ഒറ്റപ്പെടാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എവിടെയാണത് ഈ ചിന്തകൾ, തെറ്റായ ചിന്തകൾ പൊട്ടിമുളക്കുക എന്ന് നമുക്കറിയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് വേഷവിധാനങ്ങൾ ഇസ്ലാം സ്ത്രീക്ക് നിശ്ചയിച്ചത്. അവരിൽ പുരുഷന് ആകർഷണീയത തോന്നാത്ത രൂപത്തിലുള്ള വേഷവിധാനമാണ് ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ ലാ യദ്ഖുലുൽ ജന്ന. വേഷം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നഗ്നകളാണ്. അവരുടെ നഗ്നത കാണാം, അവരുടെ നഗ്നത ആസ്വദിക്കുന്നവന് പൂർണ്ണമായും കാണാൻ കഴിയും. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാ യദ്ഖുലുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. വലാ യജിദുന റിഹഹാ, അല്ല അവർക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ കഴിയില്ല. സ്വർഗ്ഗത്തിന്റെ സുഗന്ധം എത്ര ദൂരത്തേക്ക് ഉണ്ടാവുന്നറിയാമോ? ഒരു റിവായത്തിൽ പറഞ്ഞത് 100 കൊല്ലം യാത്ര ചെയ്യാവുന്ന ദൂരത്തിലേക്ക്. വേറെ റിവായത്തിൽ കാണാം 500 വർഷം യാത്ര ചെയ്യാവുന്ന ദൂരത്തേക്ക്. അത്ര ദൂരത്തേക്ക് സ്വർഗത്തിന്റെ 500 കൊല്ലം യാത്ര ചെയ്യണമെങ്കിൽ എത്ര ദൂരം വേണ്ടി വരും? അത്ര ദൂരത്തേക്ക് സ്വർഗത്തിന്റെ സുഗന്ധമുണ്ടാകും. അതിനുമപ്പുറമായിരിക്കും ഇസ്ലാമിക വേഷം ധരിക്കാത്ത പെണ്ണിന്റെ പരലോകത്ത് സ്വർഗവുമായുള്ള ബന്ധമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മളത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കി, നിങ്ങൾ വ്യഭിചാരം എന്ന് പറഞ്ഞ എന്താ? ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ശരീരം പങ്കുവെക്കുന്നത് മാത്രമാണോ വ്യഭിചാരം? ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ശരീരം പങ്കുവെക്കുന്നത് മാത്രമാണോ വ്യഭിചാരം? പ്രവാചകൻ പറഞ്ഞു, കുതിബ അലാ ഇബ്നി ആദമ നസീബുഹു മിനസ് സിനാ. ഇബ്നു ആദമിന് സിന നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഫൽഐനാനി സിനാഹുമ അൻ-നദർ, കണ്ണിന്റെ വ്യഭിചാരം. ശരീരത്തിന് ലൈംഗിക അവയവത്തിന് മാത്രമല്ല വ്യഭിചാരം, കണ്ണിന് വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. വല്ലുദ്നാൻ, ചെവിക്ക് വ്യഭിചാരമുണ്ട്. സിനാഹുമൽ ഇസ്തിമാഅ്, ഫോണിലൂടെ നേർക്കുനേരെ ഒറ്റയ്ക്കിരുന്ന് പാർക്കിലിരുന്ന് ബീച്ചിലിരുന്ന് കോളേജ് ക്യാമ്പസിലെ തണൽ മരത്തിന്റെ ചോട്ടിലിരുന്ന് ഗാർഡൻ ചെയറിലിരുന്ന് ദീർഘമായി ആണും പെണ്ണും അവരുടെ സ്വകാര്യതകൾ പങ്കുവെക്കുമ്പോ, അവർ തുറന്ന് സംസാരിക്കുമ്പോ ആ കേൾക്കുന്നത് വ്യഭിചാരമാണ്, ആ പറയുന്നത് വ്യഭിചാരമാണ്. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇത് ദീനാണ് സുഹൃത്തുക്കളെ. ഇതിലേ മനുഷ്യന് രക്ഷയുള്ളൂ, ഇതിലേ മനുഷ്യന് സമാധാനമുള്ളൂ. ഇനിയും പെൺകുട്ടികൾ ഒന്ന് കുഴിച്ചു മൂടാതെ ഇരിക്കപ്പെടണമെങ്കിൽ, ഇനിയും പെൺകുട്ടികൾ അവരുടെ 14-ലും 15-ലും 16-ലും വയസ്സുകളിൽ ഗർഭിണികളാകാതിരിക്കണമെങ്കിൽ, എന്നിട്ട് ഡോക്ടറുടെ മുന്നിൽ പോയി എന്നെ ഒന്ന് അബോർട്ട് ചെയ്തു തരുമോ എന്ന് കേണപേക്ഷിക്കാതിരിക്കണമെങ്കിൽ,
ഇസ്ലാം പഠിപ്പിക്കുകയാണ് സംസാരിക്കുന്നതും കേൾക്കുന്നതും വ്യഭിചാരമാണ്. വല്ലിസാനു സിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരം സംസാരമാണ്. വൽയദു സിനാഹൽ ബത്ഷ്, കൈയിന്റെ വ്യഭിചാരം പിടുത്തമാണ്. വറജുലു സിനാഹൽ ഖുതാ, കാലിന്റെ വ്യഭിചാരം തെറ്റിലേക്ക് നടക്കലാണ്. വൽ ഖൽബു യഹ്വാ വയതമന്ന, ഹൃദയം അത് ആഗ്രഹിക്കുമ്പോ, അതിനുവേണ്ടി ഇച്ഛിക്കുമ്പോ അത് വ്യഭിചാരത്തിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ തൊടാൻ പാടില്ല, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ പാടില്ല, അത്തരം സംസാരം കേൾക്കാൻ പാടില്ല, തെറ്റിലേക്ക് നടന്നു പോകാൻ പാടില്ല. ഇതിനെയെല്ലാം അല്ലാഹുവിന്റെ റസൂല് പച്ചയായി പഠിപ്പിച്ചത് വ്യഭിചാരമെന്നാണ്. വ്യഭിചാരമെന്നാണ്. എന്ത് ന്യായീകരണത്തിന്, എന്തെന്ന നല്ല പേരിട്ട് വിളിച്ചാലും മതി, പിന്നെ ശരി, എത്ര ഭംഗി വാക്കുകൊണ്ട് അതിനെ പ്രയോഗിച്ചാലും ശരി, അത് ഫ്രണ്ട്സാണ്, ബെസ്റ്റിയാണ്, ക്രഷാണ്, ലവാണ്, എത്ര മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചാലും വ്യഭിചാരമാകാതിരിക്കുകയില്ല. ആ വാക്ക് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യഭിചാരമാകാതിരിക്കുകയില്ല. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൊടാൻ അനുവദിച്ച ആളുകൾ, തുറന്നു സംസാരിക്കാൻ അനുവദിച്ച ആളുകൾ, ഒറ്റയ്ക്കിരിക്കാൻ അനുവദിച്ച ആളുകൾ, കൈകൊടുക്കാൻ അനുവദിച്ച ആളുകൾ അത് വളരെ കുറച്ചാണ്. വിവാഹബന്ധം ഹറാമാക്കപ്പെട്ട ആളുകളാണ്. ദീർഘമായി ആ വിഷയം സംസാരിക്കാൻ സമയം അനുവദിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 22-23 ആയത്തുകൾ നമ്മുടെ ഒരു പഠനത്തിന് വിധേയമാക്കണം. ഹുർരിമത് അലൈക്കും, നിങ്ങൾക്ക് വിവാഹം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാരെ, വബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കളെ, വഅഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാരെ, വഅമ്മാത്തുക്കും, നിങ്ങളുടെ വാപ്പാന്റെ സഹോദരിമാരെ, വഖാലാത്തുക്കും, നിങ്ങളുടെ ഉമ്മയുടെ സഹോദരിമാരെ, വബനാത്തുൽ അഖി, സഹോദരന്റെ പെൺമക്കളെ, വബനാത്തുൽ ഉഖ്തി, സഹോദരിയുടെ പെൺമക്കളെ, വഉമ്മഹാത്തുക്കും അല്ലത്തി അർളഅനക്കും, നിങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മമാരെ. ഈ ആളുകളോട്, അഥവാ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ മുകളിലേക്ക് വല്യുമ്മമാർ അങ്ങനെ പോയാൽ, പിന്നെ ഉമ്മയുടെ സഹോദരിമാർ, വാപ്പാന്റെ സഹോദരിമാർ, സ്വന്തം സഹോദരന്മാരുടെ മക്കൾ, സ്വന്തം ആൺമക്കളുടെ മക്കൾ, സ്വന്തം പെൺമക്കളുടെ മക്കൾ, ഇവരൊക്കെ മഹറമുകളാണ്. ഇവരോട് ഒരുമിച്ചിരിക്കാം, ഇവർക്ക് കൈകൊടുക്കാം, ഇവരോട് തുറന്ന് സംസാരിക്കാം, ഇവരോട് ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. മതം അനുവദിച്ചതാണ്. നോക്കി ഇതിനെങ്ങനെ വിശദീകരിച്ചു പറയുമ്പോ, ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ വാപ്പ, മകൻ, സഹോദരൻ, പിതാവിന്റെ സഹോദരങ്ങൾ, സ്വന്തം മാതാവിന്റെ സഹോദരങ്ങൾ, സ്വന്തം സഹോദരങ്ങളുടെ ആൺമക്കൾ, സ്വന്തം സഹോദരിയുടെ ആൺമക്കൾ, ഈ ആളുകൾ, ഈ 7 വിഭാഗം ആളുകൾ, ഇവർ മഹറമുകളാണ്. ഇവരോട് ഒരുമിച്ചിരിക്കുന്നതോ, ഒപ്പം യാത്ര ചെയ്യുന്നതോ, തുറന്ന് സംസാരിക്കുന്നതോ, കൈ കൊടുക്കുന്നതോ കുഴപ്പമില്ല. ഇതല്ലാത്ത ആളുകളോ അത് അനുവദിക്കപ്പെടാത്തതാണ്. ഇതാണ് കുടുംബ ബന്ധത്തിലുള്ള മഹറമുകൾ എന്ന് പറയും. ഇനി മുലകുടി ബന്ധത്തിലൂടെ, റളാഅത്തിലൂടെ ഈ ആളുകളൊക്കെ, ഒരു പുരുഷൻ കുട്ടിക്കാലത്ത് 2 വയസ്സിന് മുമ്പ് ഒരു സ്ത്രീയുടെ പാൽ 5 തവണ കുടിച്ചാൽ, പിന്നെ മുല കൊടുത്ത സ്ത്രീയും മകനും തമ്മിലുള്ള ബന്ധം നസബിൽ അതേ ബന്ധം പോലെയാണ്. സ്വന്തം ഉമ്മാനെ പോലെയാണ്. അവരുടെ ഭർത്താവ് സ്വന്തം മാപ്പാനെ പോലെയാണ്. അവരുടെ മകൾ സ്വന്തം സഹോദരിയെ പോലെയാണ്. അവർക്ക് തമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ല. തനിക്ക് പാല് തന്ന സ്ത്രീയുടെ മകൾ സ്വന്തം സഹോദരിയാണ്. പ്രവാചകന്റെ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 2 ആള് കല്യാണം കഴിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് അവർ അങ്ങനെ അന്വേഷിച്ചറിഞ്ഞപ്പോ മുലകുടി ബന്ധത്തിൽ ഇവർ സഹോദരങ്ങളാണ്. അപ്പൊ ഈ പ്രസവിച്ച കുട്ടികളൊക്കെ ചിലപ്പോ ആർക്കെങ്കിലും ഒരു തമാശക്ക് പോലും പാല് കൊടുക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം, സൂക്ഷിച്ചു വെക്കണം. സഹോദരങ്ങൾ തമ്മിൽ വിവാഹം നടക്കുന്ന സാഹചര്യം ഉണ്ടാവും. നബിയുടെ അടുത്ത് വന്നു, കേസ് എന്താ അന്വേഷിച്ചു വന്നപ്പോ ഇയാളുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, റളാഅത്തുൽ എന്റെ സഹോദരിയാണ് അവർ, ഞങ്ങൾ കുറെ മുമ്പ് കല്യാണം കഴിഞ്ഞതാണ്. നബി പറഞ്ഞു, അത് പറയപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഉടൻ പിരിയണം. സ്വന്തം സഹോദരിമാരെ കല്യാണം കഴിക്കാൻ പറ്റും. അതേപോലെയാണ് മുലകുടി ബന്ധത്തിലുള്ളത്. പിന്നെ കെട്ടുബന്ധങ്ങളിലൂടെ പിന്നെ എന്താ പറയാ, മഹറമുകൾ ഉണ്ടാകും. ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ വാപ്പ, ഭർത്താവിന് വേറെ വിവാഹം കഴിച്ചത് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ, പിന്നെ സ്വന്തം ഉമ്മയുടെ ഭർത്താവ്, സ്വന്തം വാപ്പല്ലാത്ത ഉമ്മ വിവാഹമോചനം ചെയ്ത് വേറെ ആളെ കല്യാണം കഴിച്ചത് ഉമ്മയുടെ ഭർത്താവ്, അതുപോലെ തന്നെ മകളുടെ ഭർത്താവ്, ഇതൊക്കെ കെട്ടുബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന മഹറമുകളാണ്.
ഇവരോടും തുറന്ന് സംസാരിക്കാനും, ഭർത്താവിന്റെ വാപ്പാനോട്, ഭർത്താവിന്റെ മക്കളോട്, ഉമ്മയുടെ ഭർത്താവിനോട്, മകളുടെ ഭർത്താവിനോടും ഒക്കെ അവര് മഹറമകളാണ്. അവർ തമ്മിൽ വിവാഹം നടക്കാൻ പാടില്ല. മഹറമകൾ എന്ന നിലക്ക് സ്വതന്ത്രമായി ഇടപെടാൻ ഒക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ പിതാവും ഭർത്താവിന്റെ മകനും മകളുടെ ഭർത്താവും അവർ എന്താ പറയാ കെട്ടുബന്ധമാണ് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായും സ്വതന്ത്രമായി ഇടപെടാനുള്ള അവകാശം ആ കൂട്ടത്തിലുമില്ല. കുറച്ച് വിശദമായി സംസാരിക്കേണ്ട ഒരു ഏരിയ ഞാനത് ചുരുങ്ങിയ ഒരു സമയത്തിൽ പറഞ്ഞെന്തിനറിയോ, ഒരു സ്ത്രീക്കും പുരുഷനും സ്വതന്ത്രമായി ഇടപഴകാൻ പറ്റുന്ന ആളുകൾ ഈ പറയുന്ന ആളുകളാണ്. ഇതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഇസ്ലാം എണ്ണിയത് വ്യഭിചാരത്തിന്റെ കണത്തിലാണ്. അതിലേക്ക് പോകാതിരിക്കുമ്പോൾ അതിന്റെ ഗുണമാർക്കാണ് മനുഷ്യനാണ് കിട്ടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം അള്ളാഹുവിന്റെ ഏത് നിയമം നമ്മൾ പാലിച്ചാൽ ആത്യന്തികമായി നമുക്കത് സുരക്ഷയാണ് പ്രദാനം ചെയ്യുക. ആ നിലക്ക് ദീന് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ പള്ളി പരിപാലനത്തിലേക്കുള്ള സാമ്പത്തിക സമാഹരണത്തിൽ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥനയോടെ സദഖകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നോക്കൂ, വ്യഭിചാരം എന്നത് അതിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു ചെറിയ തെറ്റല്ല. പ്രവാചകനോട് ചോദിച്ചു, അയ്യുദ്ധം അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ തെറ്റെന്താണ്, കുറ്റം എന്താണ്? പ്രവാചകൻ 3 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഒന്ന്, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്, പടച്ചവന് തുല്യന്മാരെ ഉണ്ടാക്കലാണ്. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം മുഹ്യിദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചാൽ, ബദ്രീങ്ങളെ എന്ന് വിളിച്ചാൽ അതാണ് ഏറ്റവും വലിയ പാപം. ഏതെങ്കിലും കല്ലിനോ വിഗ്രഹത്തിനോ മറ്റു പ്രതിഷ്ഠകൾക്കോ മൂർത്തികൾക്കോ മരിച്ചുപോയ മഹാന്മാർക്കോ പ്രവാചകന്മാർക്കോ ആരാധനയുടെ ഏതെങ്കിലും ഒരു അംശം വകവെച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ പാപം. അപ്പോ ഫഖുൽതു ഇന്ന ദാലിക അൽഅദീം സുമ്മ അയ്യ, അത് ഏറ്റവും വലിയ പാപമാണ്. പിന്നെ ഏതാണ് അത് കഴിഞ്ഞാൽ? അൻ തഖ്തുല വലദക തഖാഫ അൻ യതഅമ മഅക, നീ നിന്റെ കുഞ്ഞിനെ വിശപ്പിനെ പേടിച്ച് കൊല്ലലാണ്. കുഞ്ഞുണ്ടായി കുറച്ച് കഴിഞ്ഞിട്ട് മതി നമുക്കിതാണ് അബോർട്ട് ചെയ്യാന്ന് ആളുകൾ പറയും, അല്ലേ? അത് അബോർഷൻ ചെയ്യലും കുട്ടിനെ കൊല്ലലും ജനിച്ച കുട്ടിനെ കൊല്ലലും പഴയ ജാഹിലിയത്ത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ തിന്മ. പിന്നെ ഏതാണ്? അൻ തുസാനിയ ഖലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി നീ വ്യഭിചരിക്കലാണ്. വ്യഭിചാരമാണ് ഏറ്റവും വലിയ തിന്മകളായി എണ്ണിയപ്പോ 3 പറഞ്ഞപ്പോ അതിലൊന്ന് വ്യഭിചാരമാണ്. അത് ഗൗരവമുള്ള തിന്മയായി ഇസ്ലാം പഠിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നത്തെക്കുറിച്ച് രാവിലെ സുബ്ഹ് കഴിഞ്ഞ് സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു. ഞാൻ ഒരാളുടെ കൂടെ ഇങ്ങനെ യാത്ര പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞിട്ട് അതിലൊരു ശിക്ഷ പറഞ്ഞെന്നറിയോ? ഫഇൻ തലഖന ഇലാ സഖബിൻ മിസ്ല തന്നൂർ അഹ്ലാ അഅലാഹു ദയ്യഖൻ വഅസ്ഫലഹു വാസിഉൻ, മുകൾ ഭാഗം ഇടുങ്ങിയ അടിഭാഗം വിശാലമായ അടുപ്പിന് മുകളിൽ ഇരിക്കുന്ന അടുപ്പ് പോലത്തെ ഒരു വലിയ പാത്രത്തിനെ ഞാൻ കാണുകയുണ്ടായി. അങ്ങനെ ഞാൻ അതിന്റെ താഴെ താഴെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനതിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അതിനകത്ത് റിജാലും വനിസാഉൻ ഉറാത്ത്, കുറെ നഗ്നന്മാരും നഗ്നകളുമായ സ്ത്രീകളും പുരുഷന്മാരുമാണ് അതിനകത്തുള്ളത്. വലിയൊരു മുകൾ ഭാഗം ഇടുങ്ങിയ അടിയിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിനകത്ത് എന്തുമാത്രം വലിയ വേദനകളും യാതനകളുമായിരിക്കും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതാരാണ്? അവസാനം എനിക്ക് അവരെക്കുറിച്ച് മറുപടി തന്നത് അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയാറുള്ളത് ഇത് ബർസഖി ലോകത്തുള്ള ശിക്ഷയാണെന്നാണ്.
പരലോകത്തെ ശിക്ഷ എന്നല്ല. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് പരലോകത്തിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷകളുടെ കൂട്ടത്തിലാണ് ഈ ശിക്ഷ എണ്ണിയിട്ടുള്ളത്. അത്രമേൽ നമ്മൾ പരലോകത്ത് പിടിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന തിന്മയാണിത്. സുഹൃത്തുക്കളെ, സ്വകാര്യതകളെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് അബദ്ധങ്ങൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒരു ചെറിയ സമയം മതി. ആണും പെണ്ണും ഒറ്റക്കാകരുതെന്ന് പ്രവാചകൻ പറഞ്ഞെന്തിനറിയോ? ശൈത്താൻ ഒരൊറ്റ നിമിഷം മതി. മനുഷ്യന്റെ മനസ്സ് ചപലമാണ്, അതിൽ തെറ്റായ ചിന്തറ്റ ചെറിയൊരു സമയം മതി. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, പലതും കാണാൻ പറ്റും. അക്കാഴ്ച വ്യഭിചാരമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പുറത്തു തരികയും നല്ല മുത്തഖയായി തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത രണ്ടാളുകൾ, ഒരു പ്രായം ചെന്ന നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി, മറ്റത് ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പരിശോധനകൾക്ക്, ചെക്കപ്പുകൾക്ക് ടെസ്റ്റുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു രണ്ടുപേർക്കും ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘമായ ആരോഗ്യം അല്ലാഹു രണ്ടുപേർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.